ഹായ് ഗേസ്, ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്ത്യ എ ടീമും അഫ്ഗാനിസ്ഥാൻ എ ടീമും ത്രിരാഷ്ട്ര ടൂർണമെന്റിലെ ഇന്നലെ നടന്ന മത്സരത്തെക്കുറിച്ചാണ്. ഈ ഒരു മത്സരത്തെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ത്യ അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. 4 റൺസിനായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ വിജയം. മഴയാണ് ഇന്ത്യൻ വിജയത്തിന് തടസ്സമായി നിന്നത് എന്ന് തന്നെ പറയാം. മഴ പ്രകാരമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഈ ഒരു മത്സരത്തിൽ 4 റൺസിന്റെ വിജയം നേടിയത്. അതേസമയം ഇന്ത്യൻ ബാറ്റിംഗ് നിര നോക്കുകയാണെങ്കിൽ മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 349 റൺസാണ് നേടിയത്. ഇന്ത്യക്ക് വേണ്ടി പ്രസുമാൻ സിംഗ് 84 റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റൻ തിലക് വർമ്മയും ഋതുരാജ് ഗെയ്ക്വാദും 66 റൺസ് വീതം നേടി. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിലും ഈ 2 താരങ്ങൾ മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു നടത്തിയത്. ഈ ഒരു ഫോം ഈ രണ്ടാം മത്സരത്തിലും ക്യാപ്റ്റൻ തിലക് വർമ്മയും വൈസ് ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദും തുടരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ മത്സരത്തിലും കാണുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിൽ പരാജയപ്പെട്ട ഇന്ത്യൻ കൗമാര താരമായ വൈഭവ് സൂര്യവംശി ഈ ഒരു മത്സരത്തിൽ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് നടത്തിയത്. 22 പന്തുകളിൽ നിന്നും 44 റൺസാണ് വൈഭവ് സൂര്യവംശി നേടിയത്. എന്തായാലും ഇന്ത്യയുടെ ബാറ്റിംഗ് ഇന്നിങ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മഴ വില്ലനായി എത്തിയത്. ഇതോടുകൂടി തന്നെ അഫ്ഗാനിസ്ഥാന്റെ വിജയലക്ഷ്യം 174 റൺസ് എന്ന നിലയിൽ കുറച്ചിരുന്നു. ഒപ്പം തന്നെ 25 ഓവറും 5 പന്തുമായിട്ട് ഓവറും കുറച്ചിരുന്നു. ഈ ഒരു വിജയലക്ഷ്യത്തെയായിരുന്നു അഫ്ഗാനിസ്ഥാൻ പിന്നീട് 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിജയ റൺ മറികടന്ന് വിജയിക്കുകയായിരുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ വിജയം നേടിയിരുന്നു. എന്നാൽ രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് അപ്രതീക്ഷിതമായ തോൽവിയാണ് ഇന്ത്യക്ക് വഴങ്ങേണ്ടി വന്നത്. അടുത്ത അപ്ഡേറ്റ് ICC 2020 വനിതാ ലോകകപ്പിനെ കുറിച്ചാണ്. വനിതാ 2020 ലോകകപ്പിന് ഇന്ന് തുടക്കമാകുകയാണ്. ഇംഗ്ലണ്ടിലെ വെയിൽസിലാണ് ലോകകപ്പിന് തുടക്കമാകുന്നത്. ഇന്നത്തെ ആദ്യ ദിനത്തിൽ തന്നെ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയാണ് നേരിടുന്നത്. ഇന്ത്യ സമയം ഇന്ന് രാത്രി 11 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ മത്സരം ജൂൺ 14-ാം തീയതിയാണ്. ആ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ എതിരാളികൾ ചിരകാല വൈരികളായ പാകിസ്ഥാനെതിരെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് വലിയ ആവേശം പകരുന്ന ഒരു മത്സരം തന്നെയാകും അത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതുവരെയായിട്ട് 2020 കിരീടം ഇന്ത്യൻ വനിതകൾ സ്വന്തമാക്കിയിട്ടില്ല. അത് കാരണം ഈ ഒരു ലോകകപ്പിൽ കന്നി കിരീടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ ലോകകപ്പിന് ഇറങ്ങിയിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ICCയുടെ പുതിയ ഏകദിന റാങ്കിങ്ങിനെ കുറിച്ചാണ്. ICC പുറത്തിറക്കിയ പുതിയ ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യ 1-ാം റാങ്ക് നിലനിർത്തിയിരിക്കുകയാണ്. 2-ാം റാങ്കിലുള്ളത് ന്യൂസിലാൻഡാണ്. 3-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയും 4-ാം സ്ഥാനത്ത് വലിയ മുന്നേറ്റം നടത്തി ദക്ഷിണാഫ്രിക്കയും എത്തിയിരിക്കുകയാണ്. ICCയുടെ 2020 റാങ്കിങ്ങിലും ഇന്ത്യ തന്നെയാണ് 1-ാം റാങ്കിൽ നിലനിൽക്കുന്നത്. അതേസമയം ടെസ്റ്റ് റാങ്കിങ്ങിൽ ഓസ്ട്രേലിയയാണ് 1-ാം റാങ്കിൽ ഉള്ളത്. അടുത്ത അപ്ഡേറ്റ് ഓസ്ട്രേലിയയും ബംഗ്ലാദേശും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏകദിന പരമ്പരയെക്കുറിച്ചാണ്. ഏകദിന പരമ്പരയിലെ 2-ാം മത്സരത്തിലും ഓസ്ട്രേലിയ നാണംകെട്ട പരാജയത്തിൽ വീണിരിക്കുകയാണ്. ആദ്യ മത്സരത്തിലും പരാജയപ്പെട്ട ഓസ്ട്രേലിയ ഇപ്പോൾ ബംഗ്ലാദേശിന് മുന്നിൽ 2-ാം മത്സരത്തിലും പരാജയപ്പെട്ടതോടെ കൂടി തന്നെ ബംഗ്ലാദേശിനെതിരെ ഓസ്ട്രേലിയക്ക് ഇപ്പോൾ ഈ ഒരു പരമ്പര നഷ്ടമായിരിക്കുകയാണ്. അതേസമയം ബംഗ്ലാദേശ് 2-0 ഓസ്ട്രേലിയക്കെതിരെ പരമ്പര നേടിക്കൊണ്ട് ഒരു ചരിത്ര നേട്ടം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൽ ബംഗ്ലാദേശ് 5 വിക്കറ്റിന്റെ വിജയമാണ് ഓസ്ട്രേലിയക്കെതിരെ നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 8 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ബംഗ്ലാദേശ് 5 വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺ മറികടക്കുകയായിരുന്നു. ബംഗ്ലാദേശിന് വേണ്ടി സൗമ്യ സർക്കാർ 42 റൺസ് നേടി ടോപ്പ് സ്കോറർ ആയപ്പോൾ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയിൽ മാർനസ് ലാംബുഷൈൻ 55 റൺസ് നേടി ടോപ്പ് സ്കോററായി മാറുകയായിരുന്നു. എന്തായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടിൽ തന്നെയാണ് അവർ വീണിരിക്കുന്നത്. ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.